ഒരു കാലത്തിന്റെ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലുകൾക്ക് ദിനരാത്രത്തിന്റെ മനോഹര തീരം നൽകി സ്നേഹം പങ്കിട്ടെടുത്ത മനോവികാരത്തിന്റെ പേരായിരുന്നു ഉമ്മൻചാണ്ടി എന്നത്. അദ്ദേഹത്തിന്റെ നാമധേയം കൊണ്ട് കൊത്തിവെച്ച് ഇവിടെ ഇതാ ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി മുതൽ അതിന്റെ ആവേശപൂർണമാകുന്ന നിമിഷങ്ങൾ സംജാതമാക്കി മനോഹരമായി അതിമനോഹരമായി സംഘടിപ്പിക്കുന്ന സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ ദിനരാത്രത്തിൽ മനോഹരമായി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്നത് വെറും രാഷ്ട്രീയ നേതാവിന്റെ പേരായിരുന്നില്ല, അത് മലയാളക്കരയുടെ കാരുണ്യത്തിന്റെ പ്രവാചകൻ കൂടിയായിരുന്നു. ഉമ്മൻചാണ്ടി എന്നത് വെറും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരോ ഒരു മന്ത്രിയുടെ പേരോ ഒരു മുഖ്യമന്ത്രിയുടെ പേരോ ഒരു MLA പേരോ ആയിരുന്നില്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനഹിതമനുസരിച്ച് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറാണ്. അദ്ദേഹത്തിന് ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ മുഴുവനും ആഗ്രഹമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മൻ ബഹുമാനപ്പെട്ട MLA ഈ ടൂർണമെന്റിന്റെ ഈ ചടങ്ങിൽ എത്തിക്കുക എന്നത്. നിയമസഭാ സമ്മേളനത്തിനിടയിലും അദ്ദേഹം ഈ ചടങ്ങിലെത്തിയത് വളരെയധികം സന്തോഷമുണ്ട്. ചാണ്ടി MLAക്ക് എൻ്റെ പേരിലും സംഘാടക സമിതി വാർത്തമായി സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ കാസർഗോട്ടുകാർ തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ, അതായത് ബ്രസീലുണ്ട്, അർജന്റീനയുണ്ട്, ഇംഗ്ലണ്ടുണ്ട്, ഫ്രാൻസുണ്ട്, അവിടുത്തെ കായിക താരങ്ങളുടെ പൂർണ്ണകായ കട്ടൗട്ടുകൾ സ്ഥാപിച്ച് അവരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അംഗീകരിക്കുന്ന നയന മനോഹരമായ കാഴ്ച കാസർഗോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാസർഗോഡ് കായിക പ്രേമികളുടെ ഒരു നാടാണ്. ആ നാട്ടിൽ ഉമ്മൻചാണ്ടിയെ പോലെ മഹാനായ ഒരു നേതാവിന്റെ നാമധേയത്തിൽ നടക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഒരു വൻപിച്ച വിജയമാകട്ടെ. നിങ്ങൾക്ക് 3 ദിവസക്കാലം ആനന്ദദായകമായ ഒരു നയന മനോഹരമായ കാഴ്ചയായി ഈ ഫുട്ബോൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, ആശീർവാദത്തോടെ ഞാൻ ഈ ടൂർണമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മാതൃകനായ ഈ നാടിന്റെ ജനനായകൻ MP പ്രിയങ്കരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർക്ക്, പ്രിയപ്പെട്ട DCC പ്രസിഡന്റ്, പ്രിയപ്പെട്ടവർ, ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നിങ്ങളെല്ലാം വലിയ ആവേശത്തോടെ ഈ കളി കാണാൻ നിൽക്കുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് ഫുട്ബോൾ എന്നുള്ളത് ഒരു ആവേശമാണ്. ആവേശത്തിനപ്പുറം ഈ നാടിന്റെ ജീവനാഡിയാണ് ഫുട്ബോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറെ നാളുകൾ മെസ്സിയെ കാത്തിരുന്നു. ദിവസവും പറഞ്ഞു മെസ്സി ഇന്ന് വരും, നാളെ വരും. അവസാനം മെസ്സി വന്നു. കേരളത്തിനൊഴിച്ച് ബാക്കി 4 സ്ഥലത്തും ഉണ്ട്. ഇനി 400 കോടി രൂപ കൊണ്ടാണ് ഇവിടുന്ന് പോയത്. 400 കോടി രൂപ കൊണ്ട് അർജന്റീനയ്ക്ക് പോയി. നമ്മുടെ നാട്ടിൽ ഇന്ന് എന്താണ് മെസ്സി വരുന്നത്? നമ്മൾ മെസ്സിയെ കാത്തിരുന്നു. പക്ഷെ ഇനി ഞാൻ പറയുന്നത്, കേരളത്തിൽ നിന്നൊരു മെസ്സി ഉണ്ടാകണം, കേരളത്തിൽ നിന്ന് റൊണാൾഡോ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയികളായി തീരാൻ പോകുന്നത്. ഈ കുട്ടികളെ, ഇവിടെ കളിക്കുന്ന കുട്ടികളെ, ഇവിടെ പാഠം കൊടുക്കുന്ന കുട്ടികളെ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. ഞാനതുകൊണ്ട് സ്കൂളുകളിൽ പോകുമ്പോൾ ഞാൻ പറയുന്നത്, എല്ലാ ദിവസവും ഗെയിംസ് പീരീഡ് കാണണം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എല്ലാ ദിവസവും ഗെയിംസ് പീരീഡ് കാണണം. കാരണം നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കി മെസ്സിയും റൊണാൾഡോയും അതുപോലെ തന്നെ ലാറയും ഏത് കളിയാണോ അതിനകത്ത് ഏറ്റവും മികച്ചവരാക്കി മാറ്റി. നമ്മൾ ആരെയും കാത്തിരിക്കുന്നവരല്ല, നമ്മുടെ നാട്ടിൽ നേതാക്കൾ ഉണ്ടാവുന്ന, ഗെയിംസിൽ നേതാക്കൾ ഉണ്ടാവുന്നവരാക്കി മാറ്റണം. അതിന് ഇതേപോലത്തെ ടൂർണമെന്റുകൾ സഹായിക്കും. നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് നല്ല ടർഫുകൾ ഉണ്ടാവണം, നമുക്ക് നല്ല കോട്ടുകൾ ഉണ്ടാവണം. എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഗെയിംസിന് വേണ്ടി, ഫുട്ബോളിന് വേണ്ടി, നാഷണൽ ഗെയിംസിന് വേണ്ടി അദ്ദേഹം ചെയ്തു. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ നാട്ടിൽ ഗെയിംസിന്റെ ഒരു സംസ്കാരം, നമ്മുടെ സ്കൂൾ തുടങ്ങി, കോളേജ് തുടങ്ങി, നമ്മുടെ നാട്ടിൻ പ്രദേശത്തിൽ ഒരു ഗെയിംസിന്റെ സംസ്കാരം കൊണ്ടുവരുവാൻ ഇതേപോലത്തെ ടൂർണമെന്റുകൾ സാധിക്കട്ടെ. എന്റെ പിതാവിന്റെ പേരിൽ ചെയ്യുന്നതിൽ വലിയ സന്തോഷം. കാസർഗോഡ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇത്ര വലിയ ജനവിഭാഗമുണ്ടെന്ന് കാണുമ്പോഴും അതിയായ സന്തോഷം, അഭിമാനം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയം ചെയ്യുവാൻ പ്രിയമുള്ളവരെ, ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി മുഗ്രാൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രോഫി പ്രൗഢമായി സംഘടിപ്പിക്കുന്ന ഉജ്ജ്വലമാകുന്ന സൂപ്പർ 7 ഫുട്ബോൾ ടൂർണമെന്റിന്റെ കരുത്തു കാട്ടുന്ന മത്സരങ്ങളുടെ പ്രതിധ്വനി മുടക്കുന്ന പോരാട്ടത്തിന്റെ പൂർവീര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ജന്നത്ത് ഗ്രൂപ്പ് ടൈറ്റിൽ സ്പോൺസറായി, എസ്ആ ഗ്രൂപ്പ് പവേർഡ് ബൈ
ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രോഫിയിലേക്ക് മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ചടുലമാകുന്ന പോരാട്ട വീര്യത്തിന്റെ പോർക്കളത്തിലേക്ക് ഉജ്ജ്വലങ്ങളാകുന്ന പടയോളികൾ പ്രതിധ്വനി മുഴക്കാനിത ഈ മണ്ണിലെത്തി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട അതിഥികളെ സ്നേഹത്തോടെ താരങ്ങളുമായി പരിചയപ്പെടുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അതിഥികൾ നമ്മുടെ ഈ സംഗമത്തിലെ താരങ്ങളുമായി പരിചയപ്പെടുകയാണ്. രണ്ട് ടീമുകൾ കളം നിറഞ്ഞു കളിക്കാൻ ഇവിടെ എത്തുകയാണ്. ഒന്ന് പ്രിയദർശിനി ഒഴിഞ്ഞുവിളപ്പ്, മറ്റൊന്ന് ഫുൾ ഓപ്ഷൻ ഓട്ടോ മെയിൻ്റനൻസ് ഷാർജ മുഗ്രാൽ പ്രദേശ്. കളികളത്തിൽ ഒരു ഭാഗത്ത് കരുത്തരായ താരബലത്തിന്റെ കരുത്തിൽ ഇളം നീല ജേഴ്സി അണിഞ്ഞ കണ്ട് കളിയഴക് കാണിക്കാനെത്തുന്നു ഫുൾ ഓപ്ഷൻ ഓട്ടോ മെയിൻ്റനൻസ് ഷാർജ മുഗ്രാൽ പ്രദേശ്. കൂടാരമുറ്റത്ത് ഗോൾ വലയ്ക്ക് കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ ജേഴ്സി നമ്പർ 1 മാൻ മുക്താറിന് വലയേൽപ്പിച്ച് സ്റ്റോപ്പർ വിൻ ബാക്കിൽ മുഗ്രാലിന്റെ തന്നെ കളിയഴക് കാട്ടുന്ന പ്രിയപ്പെട്ട വമ്പന്മാർ കരുത്തനായ നിയാസും റിഫായും കളം നിറഞ്ഞു കളിക്കാനെത്തുകയാണ്. പിന്നെ കളിയഴകിന്റെ കേളിരവത്തിൽ ജേഴ്സി നമ്പർ 11 മാൻ സാബി ലൈബേരിയക്കാരൻ ചടുല നീക്കങ്ങൾ കൊണ്ട് എതിരാളികളെ കിടുകിടാവിറപ്പിക്കുന്ന പോരാളി ടെന്നീസും കളികളത്തിലെ ഉജ്ജ്വല പോരാളി ദിൽഷാദും എന്ന സന്തോഷ് ട്രോഫിയുടെ പടക്കുതിരൻ രാഹുലും സല്ലബുൻ മുഹമ്മദും ഫാഹിസും എന്ന റിൻസാനും കളികളെ മടക്കി ഭരിക്കാൻ ഫുൾ ഓപ്ഷൻ ഓട്ടോ മെയിൻ്റനൻസ് ഷാർജ മുഗ്രാൽ പ്രദേശിന് വേണ്ടി കളിയതിൽ കാട്ടാനെത്തുകയാണ്. അബ്ബാസിന്റെ മാനേജിംഗ് തരത്തിലിറങ്ങുന്ന ടീമായി കളികളത്തിൽ ഫുൾ ഓപ്ഷൻ ഓട്ടോ മെയിൻ്റനൻസ് ഷാർജ മുഗ്രാൽ പ്രദേശ് എത്തുമ്പോൾ മറുഭാഗത്തൊരു ടീം വരുന്നുണ്ട്. അവരാണ് പ്രിയദർശിനി ഒഴിഞ്ഞു വളപ്പം. ഒഴിഞ്ഞ മൈതാനം പരന്ന മൈതാനമാക്കി ഉരുണ്ട പന്ത് കൊണ്ട് എതിരാളികളെ കിടുകിടാ വിറപ്പിക്കുന്ന ഫോർമാറ്റിൽ the man Jason Batu is here, goalkeeper Mitu and stopper will back KSL Kannur Warriors Sachin and Mahzoom Painur Kolai Charam Jitu Kannur University Sawad Ghanaയുടെ പാട്ടക്കുതിര എഡ്വാർഡ് ആഫിസും ഇനാസും സാബിത്തും മിർഷാദും ഹരിക്കുപ്പനും എത്തുകയാണ്. പ്രിയപ്പെട്ട അതിഥികൾ അവിടെ തന്നെ നിൽക്കുക. അവർ ഗസ്റ്റ് ഓഫ് ഓണേഴ്സ് പ്ലേസ് സ്റ്റാൻഡ് ദെയർ. ദേശീയ ഗാനത്തോടു കൂടിയിട്ടാണ് നമ്മുടെ മത്സരം. പ്ലേയേഴ്സ് ആൻഡ് ചിൽഡ്രൻസ്. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाये तव जय गाथा जनगण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे പ്രിയമുള്ളവരെ, മത്സരത്തിന്റെ കിക്ക് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് ചാണ്ടി മനുഷ്യർകളാണ്. അവരെ സ്നേഹത്തോടെ ഗ്രൗണ്ടിന്റെ നടുവിലേക്ക് കിക്ക് ഓഫ് കർമ്മം നിർവഹിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വളണ്ടിയർ പ്രത്യേകം ശ്രദ്ധിക്കുക. മത്സരത്തിന്റെ കിക്ക് ഓഫ് കർമ്മമാണ് അത് നിർവഹിക്കുന്നത് ചാണ്ടി മനുഷ്യർകളാണ്. അതിനുവേണ്ടി
അഴകായി മാറുകയാണ്. ശക്തമായ മത്സരത്തിൽ വ്യക്തമായ പോരാട്ടത്തിൽ കരുത്തിന്റെ രണ്ട് ടീമുകൾ മുഖാമുഖം ഏറ്റുമുട്ടാനെത്തുമ്പോൾ പ്രിയദർശിനി ഗുൽസിയും ചാലഞ്ചേഴ്സും തമ്മിലുള്ള ആദ്യ സെമി ഫൈനൽ പോരാട്ടമാണ് ഇനി അടുത്തതായി ഈ കളത്തിൽ നടക്കുന്നത്. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി നൽകുന്ന അടുത്ത അവാർഡ് എഡ്യൂക്കേഷൻ ആൻഡ് ബിസിനസ് എക്സലൻസ് അവാർഡാണ്. ഈ അവാർഡിന് അർഹനായിരിക്കുന്നത് ലൂസിയ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഡയറക്ടറായും എസ് സ്കൂളിൻ്റെ ക്യാമ്പസ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ റമീസ് രാജയാണ്. കർണാടകയുടെ മണ്ണിൽ നിന്നുയർന്ന് സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് തൻ്റെ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിത്വമാണ് ശ്രീ റമീസ് രാജ. ബാംഗ്ലൂരും മംഗലാപുരത്തും ദുബായിലുമൊക്കെയായി വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര ശൃംഖലയുടെ തലപ്പത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇദ്ദേഹം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സഹജീവികളോടുള്ള സ്നേഹവും സേവന മനോഭാവവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ശക്തിയാണ്. ഫുട്ബോളിനോടുള്ള ആഴമുള്ള അഭിനിവേശം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയും കായിക മേഖലയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവുമാണ് ഇന്ന് അദ്ദേഹത്തെ ഫുട്ബോൾ നഗരിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയും കായിക സ്നേഹവും ഒരുമിച്ച് ചേർന്ന ഈ വ്യക്തിത്വത്തെ ഈ വേദിയിൽ ആദരിക്കുന്നതിൽ നമുക്കേറെ അഭിമാനമാണ്. കൂടാതെ ഈ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി നൽകുന്ന അടുത്ത അവാർഡ് ബിഷക് ഭൂഷൺ അവാർഡാണ്. ഈ അവാർഡിന് അർഹനായിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പെർളയിൽ നിന്നുള്ള ആയുർവേദ ഡോക്ടർ വൈദ്യരത്നം ശ്രീ എ മാത്തുക്കുട്ടി വൈദ്യരാണ്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ പാരമ്പര്യ വൈദ്യനാണ് ഇദ്ദേഹം. വൈദ്യരത്നം എന്ന ആദരനാമത്തിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു. പാരമ്പര്യ ചികിത്സയിൽ തനതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച ഇദ്ദേഹം ആധുനിക കാലഘട്ടത്തിലും ആയുർവേദത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ചികിത്സാ രീതികളാണ് പിന്തുടരുന്നത്. മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിൽ നിന്നും ബഹുമതി ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ ആയുർവേദ രംഗത്തിന് നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകൾ പരിഗണിച്ച് ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി ബിഷക് ഭൂഷൺ അവാർഡ് നൽകി ആദരിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിയുടെ അടുത്ത അവാർഡ് ജേതാവ് വ്യവസായ പ്രമുഖരും ദുബായ് മുഗ്രാൽ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ശ്രീ KM അബ്ദുള്ള സ്പിക്കാണ്. കഠിനാധ്വാനം കൊണ്ട് ദുബായിലെ വ്യാവസായിക ഭൂപടത്തിൽ സ്പിക് എന്ന പേര് സുവർണാക്ഷരങ്ങളാൽ കൊത്തിവെച്ച KM അബ്ദുള്ളയുടെ ജീവിതയാത്ര ഏവർക്കും ഒരു പാഠപുസ്തകമാണ്. സ്പിക് എന്ന നാമം ഗുണമേന്മയുടെയും വിശ്വാസ്യതയുടെയും പര്യായമായി വളർന്നത് KM അബ്ദുള്ളയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ്. വ്യാപാര രംഗത്തെ അത്ഭുതകരമായ വളർച്ചയ്ക്കൊപ്പം തന്നെ സഹജീവികളുടെ കണ്ണീരൊപ്പുന്ന കാരുണ്യത്തിൻ്റെ മഹനീയ മാതൃകയാകാനും അദ്ദേഹത്തിന് സാധിച്ചു. ദുബായ് മുഗ്രാൽ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ എന്ന പ്രവാസി കൂട്ടായ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ വർഷങ്ങളായി അദ്ദേഹം നൽകി വരുന്ന നേതൃത്വം മൊഗ്രാലിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രവാസി സമൂഹത്തിന് തണലേകുന്ന വടവൃക്ഷമായി മാറി. അദ്ദേഹവും
ദുബായ് മഗ്രാൻ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ എന്ന സംഘടനയും നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ അനേകം കുടുംബങ്ങൾക്കും മതബൗദ്ധിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും താങ്ങും തണലുമാണ്. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി സ്നേഹപുരസ്സരം സമർപ്പിക്കുന്നു 2026 മാനവ സേവ അവാർഡ്. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി നൽകുന്ന അടുത്ത അവാർഡ് യാത്രാ വിവരണ സാഹിത്യത്തിലെ ശ്രദ്ധേയനായ നവ എഴുത്തുകാരൻ ഇക്ബാൽ പള്ളത്തിനുള്ളതാണ്. യാത്രകളെ കേവലം കാഴ്ചകൾക്കപ്പുറം ആഴത്തിലുള്ള അനുഭവങ്ങളാക്കി മാറ്റുന്ന എഴുത്തുകാരൻ ഇക്ബാൽ പള്ളത്തിന് അദ്ദേഹത്തിൻ്റെ മഞ്ഞുപാതകൾ തേൻഭരണികൾ എന്ന പുസ്തകമാണ് ഈ അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു സഞ്ചാരിയുടെ കണ്ണിലൂടെ താൻ കണ്ട ലോകത്തെ വായനക്കാരിലേക്ക് ഹൃദയസ്പർശിയായി എത്തിക്കാൻ ഇക്ബാൽ പള്ളത്തിന് ഈ പുസ്തകത്തിലൂടെ സാധിച്ചു. ഇനിയും ഒരുപാട് ദൂരങ്ങൾ സാഹിത്യ ലോകത്ത് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹം വിദേശത്തായതിനാൽ പകരം ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ മുഹമ്മദ് ഷഹീറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, തന്റെ ജീവിതത്തിന്റെ 24 മണിക്കൂറും ജനഹൃദയത്തിൽ ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി ജനഹിതമനുസരിച്ച് പ്രവർത്തിച്ച ഒരു നായകൻ. കാലവും ചരിത്രവും ചരിത്രപഥങ്ങളും അടയാളപ്പെടുത്തിയ ദിനരാത്രത്തിന്റെ പേരാണ് ഉമ്മൻചാണ്ടിയെങ്കിൽ, ആ പ്രവർത്തനത്തിന്റെ പരതയുടെ പരിപൂർണതയുടെ പേരാണ് ഉമ്മൻചാണ്ടിയെങ്കിൽ, മലയാള മനസ്സിന്റെ ഹൃത്തടത്തിൽ ചേക്കേറിയ മനുഷ്യന്റെ പേരാണ് ഉമ്മൻചാണ്ടിയെങ്കിൽ, മലയാളികളുടെ വികാരത്തിനൊപ്പം ചോർന്നു നിന്ന ജനപ്രതിനിധിയുടെ പേരാണ് ഉമ്മൻചാണ്ടിയെങ്കിൽ, മലയാള തനിമയുടെ ജനഹൃദയത്തിന്റെ വികാര നിർഭര മുഹൂർത്തത്തിന് ഇതൾ വിരിഞ്ഞ പാനപാത്രമാണ് ഉമ്മൻചാണ്ടിയെങ്കിൽ, കേരള രാഷ്ട്രീയത്തിൽ ഒരു മുടിചൂടാ മന്നനായി തനിക്ക് ലഭിച്ച അധികാരങ്ങൾ അത് വെറും ഒരു പദവിയായി അലങ്കാരമായി കൊണ്ടുനടക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തന രംഗത്ത് സജീവതയുടെ അടയാള പന്ത്രകൾ സമ്മാനിച്ച പേരാണ് ഉമ്മൻചാണ്ടിയെന്നത്. മലയാളക്കരയുടെ കൈരളിയുടെ പൊതുപ്രവർത്തനത്തിന്റെ കാരുണ്യ പ്രവാചകൻ എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പാകത്തിൽ തന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ ഒരാൾ ടി പി രഞ്ജിത്ത് സർ, അതോടൊപ്പം ഹർഷ ഗോർക്കാടി, ആയിഷ ഫഹിമ ഫിദ, പ്രസിഡൻഷ്യൽ അഡ്വൈസർ സർട്ടിഫിക്കറ്റ് ഗ്രാമപഞ്ചായത്ത് ബൽക്കീഷ്, Kumpulkan Vice President and the Kamala Chief, Jumai, Kurumi, Zoya Ismail, Advocate Musa KBCG, General Secretary, Kader, Keripuri, Salim, Jamila Hasan, തുടങ്ങിയവരൊക്കെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് കളികൾ ചൊല്ലുന്ന എല്ലാവരും ഒന്ന് മാറി. ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപ്പെട്ട മകൾ കൂടിയായിട്ടുള്ള IT പ്രൊഫഷണലിസ്റ്റ് ആൻഡ് സോഷ്യൽ വർക്കർ ഡോക്ടർ മരിയ ഉമ്മൻ അവരുടെ നിറകയ്യടിയോടുകൂടി സംഗമത്തിന്റെ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ കാസർഗോഡ് ഇവിടെ വന്ന്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഇങ്ങേയറ്റത്ത് വന്ന് എൻ്റെ അപ്പയുടെ പേരിലുള്ള ഒരു വലിയ ഇത്രയും വലിയ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. വലിയൊരു പ്രസംഗത്തിനൊന്നും ഉള്ളൊരവസരമല്ല. നിങ്ങൾ ഏവരും ഈ വാശിയേറിയ മത്സരം കാണാനിരിക്കുകയാണെന്നറിയാം. ഇന്നലെ ചാണ്ടി ഇവിടെ വന്നിരുന്നു. ഇന്ന് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഹസീബാണ്. അദ്ദേഹത്തോടും ഇതിൻ്റെ മറ്റ് ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുകയാണ്. കാസർഗോഡുകാരോട് എൻ്റെ പിതാവിന് വളരെയേറെ ഒരു വാത്സല്യമുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇരുന്ന് എല്ലാവരും സംസാരിക്കുകയായിരുന്നു. എന്തായാലും ആ വാത്സല്യത്തിന്, ആ തന്ന കരുതലിന് തിരിച്ചു നൽകുന്ന ഈ സ്നേഹത്തിന് ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയ എല്ലാ കായിക പ്രേമികൾക്കും. എന്ത് സ്പോർട്സ് ആണെങ്കിലും ഇന്നത്തെ നാം ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡ്രഗ്സ്. അതിനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് സ്പോർട്സ്. അപ്പം ഇവിടുത്തെ നിങ്ങൾ ചെയ്യുന്ന ഈ കായിക മത്സരം, എൻ്റെ പിതാവിൻ്റെ പേരിൽ ചെയ്യുന്ന ഈ കായിക മത്സരം, ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏറ്റവും വിജയപ്രദമാകട്ടെ
അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Players come back. Players back to the ശ്രദ്ധിക്കുക, ഈ വളണ്ടിയേഴ്സ് ഉണ്ടല്ലോ, ടീം ഗ്രൗണ്ടിന്റെ സകല കോണുകളിലായി അണിനിരക്കേണ്ടതാണ്. റെഡി, ടീം റെഡി, ആൾ ഓഫ് യു റെഡി, ഗെറ്റ് സെറ്റ്, യെസ്, ഗോ ടു പ്ലേ ഗ്രൗണ്ട്. കളിയും അഴകും തികവും സ്വായത്തമാക്കി ഉമ്മൻചാണ്ടി ലോകത്തിന് മുന്നിലേക്ക് കാൽപ്പനികതയുടെ രചനത്തിന്റെ കാവ്യനീതി രചയിതമായി ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തുകൾ സമ്മാനിച്ച വികാരത്തിന്റെ പേരാണ് ഫുട്ബോൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നവർ ആ കളിയുടെ പേര് ഫുട്ബോൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റേഡിയങ്ങൾ പിറവിയെടുത്ത കളി, അതിന്റെ പേര് ഫുട്ബോൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉണ്ടാകുന്ന താരങ്ങളുള്ള കളി, അത് ഫുട്ബോൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കളി, അത് ഫുട്ബോൾ. ലോകത്തിന്റെ വിസ്മയത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകളുള്ള കളി, അത് ഫുട്ബോൾ. ലോകത്തിന്റെ മേൽപന്തിൽ കാത്തുനിറച്ച് ലോകത്തെ ഗോളാകൃതിയിൽ ആവാഹിച്ചെടുക്കുന്ന കായിക ഇനത്തിന്റെ പേര് ഫുട്ബോൾ. പേരായിരുന്നില്ല അത്, വെറും ഒരു മന്ത്രിപദങ്ങൾ അലങ്കൃതമായി ഏറ്റുവാങ്ങിയ പദവികളുടെ പേരായിരുന്നില്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനാധിപത്യ കളരിയിൽ നിന്ന് ജനഹിതമനുസരിച്ച് പ്രവർത്തിച്ച് ജനപ്രതിനിധിയായി ഏറ്റവും മനോഹരമായി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചപ്പോൾ തന്റെ പുരുഷായുസിന്റെ മികവും തികവും സ്വായത്തമാക്കിയ വർഷാന്തരങ്ങൾ 24 മണിക്കൂർ വസ്ത്രാന്ത പരിശ്രമത്തിൽ വിശ്രമമില്ലാതെ ജനങ്ങളുടെ ഹൃദയത്തിൽ മാണിക്യ കൊട്ടാരം പണിത നേതാവിന്റെ പേരായിരുന്നു ഉമ്മൻചാണ്ടി എന്നത്. മലയാള മനസ്സിന്റെ പൊതുപ്രവർത്തന രംഗത്ത് കാരുണ്യ പ്രവാചകൻ എന്ന് ലോകത്തോടെ വിളിച്ചു പറഞ്ഞു അവസാനം ശ്വാസനിശ്വാസത്തിന്റെ മായിക കൂടെ നിന്ന് തന്റെ അവസാന നിമിഷത്തിൽ മറഞ്ഞു പോകുമ്പോൾ വിലാപയാത്രക്കായി വന്നവർ കണ്ണെ കരളെ കുഞ്ഞുഞ്ഞെ എന്ന് വിളിച്ച് ഈ ലോകത്തിന് മുന്നിലേക്ക് അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ മായാതെ മറയാതെ നിലകൊണ്ട പ്രേമത്തിന്റെ പ്രായത്തിന്റെ പരിപൂർണതയുടെ പരിത്യാഗത്തിന്റെ സഹിഷ്ണുതയുടെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ഐക്യത്തിന്റെ അഖണ്ഡതയുടെ പേരായിരുന്നു പ്രിയമുള്ളവരെ. അത് ജനാധിപത്യത്തിന്റെ ബോധം സംസ്കരിക്കാൻ സ്നേഹം കൊണ്ട് പുകൾപെറ്റ സാംസ്കാരികതയിലേക്ക് ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി മുതലായി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രോഫി ഫ്രണ്ട് ലൈൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെക്കൻഡ് എഡിഷൻ സെക്കൻഡ് ഡേ നൈറ്റ് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അവർ ഗസ്റ്റ് ഓഫ് ഓണർ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Okay, thank you all of you. ആവേശകരമായ മത്സരത്തിന്റെ ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോരോ ഗോൾ വീതം നേടി സമനിലയിൽ തുടരുകയാണ്. വികാസ് മുഗ്രാസ്പൂരിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നത് ജേഴ്സി നമ്പർ 10 ആഫ്രിക്കൻ കരുത്ത് താലിബ.
ഗ്രീൻ സ്റ്റാർ കാരങ്കോടിന് വേണ്ടി ജേഴ്സി നമ്പർ 4 ടിമോ, നൈജീരിയൻ താരം ടിമോയാണ് ഗോൾ സ്കോർ ചെയ്തത്. തുല്യശക്തിയുള്ള പോരാട്ടം 1-1 എന്ന നിലയിൽ സമനിലയിൽ തുടരുകയാണ്. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ മുനമ്പിൽ നിൽക്കുന്ന ക്യാബിനറ്റ് പദവിയോടുകൂടി ഗവൺമെന്റ് ഓഫ് കർണാടകയുടെ സ്നേഹത്തോട് അലങ്കൃതമാക്കിയ മിനിമം വേജസ് അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ GM ഷാഹിദിന് സ്നേഹത്തോടെ പ്രസന്റേഷൻ പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി ഇവിടെ സ്നേഹോപഹാരം നൽകി അനുമോദിക്കുന്നത് കർണാടക സംസ്ഥാന മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് ചെയർമാനായി നിയമിതനായ മിസ്റ്റർ TM ഷാഹിദ് തെക്കിലിനെയാണ്. കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്ന് അയൽ സംസ്ഥാനമായ കർണാടകയുടെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ തൻ്റേതായ മുദ്ര പതിപ്പിച്ച ഇദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ ഓരോ മലയാളിക്കും അഭിമാനകരമാണ്. കഠിനാധ്വാനത്തിനും പൊതുപ്രവർത്തന രംഗത്തെ അചഞ്ചലമായ നിലപാടുകൾക്കും ലഭിച്ച വലിയൊരു അംഗീകാരം കൂടിയാണിത്. കടന്നു വന്ന വഴികളിലെല്ലാം അദ്ദേഹം പുലർത്തിയ ആത്മാർത്ഥതയുടെ ഫലമാണ് മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ പദവി. ഒപ്പം കർണാടക പ്രദേശ് കോൺഗ്രസിൻ്റെ ശബ്ദമായി മാധ്യമങ്ങളിൽ താങ്കൾ നടത്തുന്ന ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. NSUI ദേശീയ നിർവാഹക സമിതി അംഗം, യൂത്ത് കോൺഗ്രസ് കർണാടക ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും ഇദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചു. തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കുമായി പുതിയ പദവിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൊല്ലൂർ ശ്രീ മൂകാംബിക ടെമ്പിളിൽ ട്രസ്റ്റി മെമ്പർ കൂടിയായിട്ടുള്ള അഭിലാഷ് ടിവിക്കുള്ള ഉപഹാരം സമർപ്പിക്കുകയാണ്. അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രസന്റേഷൻ പോയിന്റിലേക്ക്. കലയാകട്ടെ, സാമൂഹിക പ്രവർത്തനമാകട്ടെ, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെയും മികവോടെയും പൂർത്തിയാക്കാനുള്ള താങ്കളുടെ വൈഭവം പ്രശംസനീയമാണ്. തീർത്ഥാടന കേന്ദ്രമായ കൊല്ലൂർ ശ്രീ മൂകാംബികയുടെ മണ്ണിൽ ട്രസ്റ്റി എന്ന നിലയിൽ താങ്കൾ നടത്തിയ സേവനങ്ങൾ സ്തുത്യർഹമായിരുന്നു. ഒപ്പം കൊല്ലൂരിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ താങ്കൾ നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്ക് എന്നും ഒരു മാതൃകയാണ്. ഒപ്പം AJ ഗ്രൂപ്പിൻ്റെ സാരഥി എന്ന നിലയിലും താങ്കൾ കാഴ്ചവെക്കുന്ന മികവാർന്ന നേതൃപാടവത്തിനും കഠിനാധ്വാനത്തിനും പ്രത്യേകം പ്രശംസ അറിയിക്കുന്നു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള താങ്കളുടെ കഴിവും സഹപ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള മനസ്സും AJ ഗ്രൂപ്പിന് വരും കാലങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി താങ്കൾക്ക് സ്നേഹപൂർവ്വം ഈ ഉപഹാരം സമർപ്പിക്കുന്നു.